നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ ഒട്ടും പ്രവചിക്കാൻ പറ്റാത്ത ഒരു കാലാവസ്ഥ തന്നെയാണല്ലേ. മഴ തീർന്നു എന്നൊക്കെ വിചാരിച്ച് നമ്മളിരുന്ന ഒരു സമയമായിരുന്നു ഒക്ടോബർ മാസം. ഈ ഒരു ഒക്ടോബർ മാസം 17-ാം തീയതിയാണ് പെട്ടെന്ന് ഒരു മഴയും കാര്യങ്ങളൊക്കെ വരികയും അതുപോലെ തന്നെ ഇടുക്കി പ്രദേശത്ത് വലിയ രീതിയിലുള്ള മഴയാണ് പെയ്തത്. ആ ഒരു മഴ കേരളത്തിൽ അങ്ങ് എല്ലായിടത്തും പെയ്തെങ്കിൽ പോലും ഇടുക്കി പ്രദേശത്തെയാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിച്ചിരിക്കുന്നത്. ശക്തമായ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലത്ത് പോലും പെയ്യാത്ത രീതിയിലുള്ള ഒരു മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ പെയ്തത്. ആ ഒരു മഴയിൽ സംഭവിച്ച ഒരു ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ട്രാവലർ ഒഴുകി പോകുന്നൊരു രംഗമാണ്. ഏതായാലും ട്രാവലർ ഒഴുകിപ്പോയി. പിന്നീട് ആ ട്രാവലർ കുറേ ദൂരം അങ്ങ് മാറി ഒരു പ്രദേശത്ത് വെച്ചാണ് ഈ ട്രാവലർ കണ്ടെത്തിയത്. ആ കണ്ടെത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രാവലർ മുഴുവനായും പൊളിഞ്ഞ് തകർന്ന് പോയ ഒരവസ്ഥയിലായിരുന്നു. ഇത്തരത്തിൽ ഒത്തിരി ആളുകൾക്ക് നാശനഷ്ടവും കാര്യങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒത്തിരി വാഹനങ്ങൾക്ക് കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും മനുഷ്യന് ജീവനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം. കേരളത്തിലെ കാലാവസ്ഥ ഇപ്പോൾ ഒട്ടും പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. മഴ പെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% മഴ പെയ്യുകയില്ല. മഴയുടെ കാര്യം പ്രത്യേകിച്ചൊന്നും പറയാത്തൊരു സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത്. എന്ത് പ്രവചിക്കുന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നടക്കുന്ന ഒരു രീതിയിലാണ് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ മുഴുവനായിട്ടും കുറച്ച് നാളുകളായിട്ട് നമ്മൾ കാണുന്നത്. അങ്ങനെയാണ്. മഴയാണെന്ന് പറഞ്ഞ് അവധി കൊടുക്കുന്ന ദിവസങ്ങളിൽ ഒരു തുള്ളി മഴ പോലും പെയ്യാത്ത ദിവസങ്ങൾ പോലും നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്.